എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണേ. അപ്പോൾ ദേ ഇന്ന് നമുക്ക് ആവോലി ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് മീൻ കുറേ ദിവസമായി മേടിച്ചിട്ട്. ഇപ്പോൾ ചിക്കനായിരുന്നു, ഓണൊക്കെ ആയതുകൊണ്ട് ചിക്കനും അതുപോലെ തന്നെ വേറെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടിലുണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ മീൻ മസാല തേക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ പെരുംജീരകവും കൂടെ ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ നമ്മുടെ ഈ മുളക് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആവോലിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവോലി ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ വറുക്കുക. ആവോലി എന്നല്ല, ഞങ്ങളുടെ വീട്ടിലെ മിക്ക മീനുകളും ഇതുപോലെ തന്നെയാണ് വറുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് കാരണം ഇതുപോലെ ചെറിയ പീസുകളാക്കി നല്ലപോലെ മൊരിയിച്ചാണ് കേട്ടോ എടുക്കാറ്. അങ്ങനത്തെ മതി മീനൊക്കെ നല്ലപോലെ കഴുകിയിട്ടാണ് ഒന്നും കൂടെ കഴുകിയിട്ടാട്ടോ ഇടുന്നത്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ശരിക്കും ഈ മസാലയുമ്പോൾ കറക്റ്റ് പാകത്തിന് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ ഈ മീനിന് മേലെ മസാലയൊക്കെ തേക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മസാല ഇതുമ്മേ അങ്ങോട്ട് സെറ്റായിട്ട് പിടിക്കില്ല. അപ്പോൾ ഇന്ന് പാകത്തിന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അമ്മ എല്ലാ മീനും ഇങ്ങനെ മസാലയൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല എത്തണമെങ്കിൽ ഇതുപോലെ തേച്ച് കൊടുക്കണം. ഞാനിതൊക്കെ കണ്ട് പഠിക്കുകയായിരുന്നു മീനൊക്കെ മസാല തേക്കുന്നത്. ഇങ്ങനെ മുളക് പൊടി കൂടുതലെടുക്കുമ്പോൾ കയ്യുമൊക്കെ ഇങ്ങനെ ആകെ ഒരു ചുട്ടാവതി പോലെയൊക്കെ എടുക്കും. അതാണ് അമ്മ തന്നെയാട്ടോ മീനൊക്കെ മസാല തേക്കുന്നത്. അങ്ങനെ മസാല തേച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. നമുക്ക് മീൻ കറി വെക്കാനുണ്ട്. അപ്പോൾ കറി വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചട്ടിയിലിട്ടാണ് ഒന്ന് മീനെ മസാല തേച്ചെടുത്തത്. അതിന് ശേഷം അതിൽ പാലൊഴിച്ച് കൊടുത്താൽ മതിയല്ലോ. ഞങ്ങൾ മീൻ കറിയിൽ അരപ്പൊന്നും ചേർക്കലില്ല. ഇതുപോലെ പാലൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അങ്ങനത്തെ ഏകദേശം എല്ലാ മീനും മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ എല്ലാത്തിനും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതുവരെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. നമ്മൾ ഈ മസാല തേച്ചപ്പോൾ തന്നെ വറുത്തിട്ട് കാര്യമില്ല. ശരിക്കും ആ ഒരു ഇതിൻ്റെ എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ പിടിക്കാത്ത പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് വറുക്കാം കേട്ടോ നമ്മുടെ മീൻ. അങ്ങനെ നമ്മുടെ മീൻ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു 2 പീസാണ് വറുത്തെടുക്കുന്നത്. അതിന് ശേഷം ബാക്കിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2-3 പീസ് ആദ്യം ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആദ്യം നമ്മൾ ചെറിയ പീസുകളാട്ടോ, നുറുക്ക് പീസുകളാണ് ആദ്യം വെച്ചത്. പിന്നെ ഒരു തലയില പോലത്തെ ഒരു പീസും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ നേരത്തെ മസാല തേച്ച ചട്ടി തന്നെയാണ് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് നമുക്ക് കറിക്ക് ആവശ്യമുള്ള മീനുകളൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ ഒന്ന് മസാല ഒന്ന് പരട്ടി കൊടുത്ത് അതിന് ശേഷം നമ്മൾ പാലടിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മുറിയുടെ അടുത്ത് നാളികേരം, ഒരു മുറി വേണ്ട, ഒരു 3/4 മുറിയുടെ അടുത്ത് നാളികേരം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പാലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ പാല് നമ്മുടെ ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ എരിവും അതുപോലെ തന്നെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മസാലയിൽ. അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യത്തിന് പുളിയും അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ ഇത്തിരി ചൂടാക്കിയിട്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചോറും അതുപോലെ തന്നെ മീൻ വറുത്തതും നമ്മുടെ മീൻ കറിയും പിന്നെ ചേനുപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചമ്പുളിയും നാരങ്ങച്ചാറും പപ്പടവും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ സദ്യയുടെ ഇന്നത്തെ കുറച്ച് വിഭവങ്ങൾ. ചേനപ്പേരിയും അതുപോലെ തന്നെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഊണൊക്കെ വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ ചോറും അതുപോലെ തന്നെ കറികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കുകയേ വേണ്ടൂ. അങ്ങനെ ഇന്നത്തെ ഊണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ചേനപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇന്നും ഉണ്ടാക്കി, ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേനപ്പേരി. പിന്നെ ആവോലി മീനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ, കറി വെച്ചതും അതുപോലെ തന്നെ വറുത്തതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.